ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഒരു ഫ്രണ്ട് പ്ലേറ്റഡ് യോക്ക് നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ യോക്കിൽ ഞാനൊരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കിൽ ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നൈറ്റിയുടെ സ്ലീവ്സിലും ഞാൻ ഇതുപോലെ തന്നെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 3 മീറ്റർ നൈറ്റി ബീറ്റാണ്. ഒരു 1/2 മീറ്റർ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ യോക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ക്ലോത്ത് വിരിച്ചിടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി ഈ നൈറ്റി ബിറ്റ് ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടുക. അപ്പോൾ അതിൻ്റെ റോങ് സൈഡിലാണ് മാർക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ റോങ് സൈഡ് മേൽ വരത്തക്ക വിധത്തിൽ രണ്ടായിട്ടൊന്ന് നന്നായിട്ട് മടക്കിയിട്ടിടുക. അതിനുശേഷം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 57 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആദ്യം താഴെ നിന്നും ലെങ്ത്ത് മാർക്ക് ചെയ്യുക. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൽ നിന്നും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം മാർക്കിംഗ് ചെയ്യുവാനായിട്ട്. അപ്പോൾ എനിക്ക് 55 ആണ് വേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് 57-ൽ മാർക്കിംഗ് ചെയ്ത് അവിടെ നിന്ന് വേണം ക്ലോത്ത് മടക്കിയിടുവാൻ വേണ്ടിയിട്ട്. ഫോൾഡ് വശം നമ്മുടെ സൈഡിൽ വരത്തക്ക വിധത്തിൽ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെയല്ല, ഓപ്പൺ വശത്തു നിന്നാണ് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത്. സാധാരണ ഫോൾഡ് വശത്താണ് നമ്മൾ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തുന്നത്. ഇത് ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ഓപ്പൺ വശത്ത് നിന്നും ആദ്യം ഷോൾഡർ മെഷർമെൻറ്റ്സ് എടുക്കുക. അപ്പോൾ 7.5-ൽ മാർക്കിംഗ് ചെയ്യുക. അതിനുശേഷം ആ മെഷർമെൻറ്റ്സിൽ നിന്നും 3 ഇഞ്ച് നമ്മുടെ നെക്ക് വിഡ്ത്താണ് എടുക്കേണ്ടത്. അപ്പോൾ സാധാരണ നമ്മൾ ഫോൾഡ് വശത്ത് നിന്നും 7.5 മാർക്കിംഗ് ചെയ്യും. അതിനുശേഷം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യത്തില്ലേ, അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പൺ വശത്ത് നമുക്ക് മാർക്കിംഗ് ചെയ്തെടുക്കാം. ഇനി ആം ഹോൾ മെഷർമെൻറ്റ്സ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വിട്ടതിന് ശേഷം 7.5-ൽ മാർക്ക് ചെയ്യുക. അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ആം ഹോൾ കർവ് അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ കോർണറിൽ നിന്നും 1.5-ൽ മാർക്കിംഗ് ചെയ്യുക. എന്നിട്ട് അതൊരു കർവ് വരച്ച് കൊടുക്കുക. ഇനി അടുത്ത് യോക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ 7 ഇഞ്ചിൽ മാർക്കിംഗ് ചെയ്യുക. അതേ മെഷർമെൻറ്റ്സ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നും മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ എടുക്കുന്നത് അതിൽ നിന്നും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം മാർക്കിംഗ് ചെയ്യാൻ. ഇപ്പോൾ 5 ആണ് ഞാൻ നെക്ക് ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 7-ൽ മാർക്കിംഗ് ചെയ്തെടുക്കുക. ഇനി അതൊരു ബോക്സ് വരച്ച് അടയാളപ്പെടുത്തുക. ഇപ്പോൾ നെക്ക് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല ഈ ക്ലോത്തിൽ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ കോർണറിൽ നിന്നും ഒരു 1.5-ൽ മാർക്കിംഗ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു യു ഷേപ്പ് വരച്ചിട്ട് അടയാളപ്പെടുത്തുക. നമ്മുടെ ഫ്രിൽസ് ഇടുന്നത് ഈ പോർഷനിലാണ്. അപ്പോൾ ഇത് 40 ചെസ്റ്റ് സൈസിൻ്റെ നൈറ്റിയാണ്, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷോൾഡർ സ്ലോപ്പ് ഒന്ന് ചരിച്ച് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. യോക്കിൻ്റെ ഈ പോർഷനിൽ നിന്നാണ് സ്ലീവ്സിന് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ പ്ലീറ്റഡ് നൈറ്റിക്ക് നമുക്ക് ഷേപ്പൊന്നും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി താഴ്ഭാഗത്ത് ഒരു 3 ഇഞ്ചിൽ മാർക്കിംഗ് ചെയ്തിട്ട് അതൊരു ഷേപ്പ് വരച്ച് കൊടുക്കുക. ഒരു കർവ് ഷേപ്പ് വരയ്ക്കണം. അപ്പോൾ ഇത് താഴ്ഭാഗത്ത് തൂങ്ങിപ്പോവാനായിട്ടൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കട്ടിങ് ചെയ്തെടുക്കാം. ഈ പ്ലീറ്റഡ് നൈറ്റിക്ക് ഇത് യോക്കിൻ്റെ ഭാഗത്തു നിന്നാണ് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ താഴെ ലെങ്ത്ത് ഞാൻ 57 എടുത്തിരിക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ താഴ്ഭാഗത്തു നിന്ന് നമുക്ക് സ്ലീവ്സിന് കിട്ടുകയില്ല. അപ്പോൾ ഈ പോർഷനിൽ നിന്നാണ് ഞാൻ സ്ലീവ്സിന് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കോർണർ വശത്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ഒരു ചെറിയ കട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സെൻറ്റർ പോയിൻറ്റും ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്കിനി ആം ഹോൾ മെഷർമെൻറ്റ്സ് ഒന്ന് എടുക്കുക. അപ്പോൾ ആം ഹോളിൻ്റെ റൗണ്ടാണ് എടുക്കുന്നത്. അത് 11 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ യോക്കിൻ്റെ ഭാഗത്തു നിന്നും കട്ട് ചെയ്തെടുത്തിരുന്ന ആ ക്ലോത്ത് 4ആയിട്ടൊന്ന് മടക്കിയിടുക. എന്നിട്ട് നമുക്ക് 11 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ലെങ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കാം. ഇനി സ്ലീവ് ലെങ്ത് ആണ് എടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചിൽ മാർക്കിംഗ് ചെയ്യുക. അപ്പോൾ ഞാൻ പൈപ്പിംഗ് വയ്ക്കുന്നത് കൊണ്ട് എക്സ്ട്രാ എടുക്കുന്നില്ല. ഇനി സ്ലീവ് റൗണ്ട് 6-ൽ മാർക്കിംഗ് 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അതിനുശേഷം മുകളിൽ നിന്നും 3.5-ൽ മാർക്കിംഗ് ചെയ്തിട്ട് ഷേപ്പ് വരച്ച് കൊടുക്കുക. നൈറ്റി ആയതുകൊണ്ട് ഞാൻ ഫ്രണ്ട് പാർട്ട് കുഴിച്ചു വെട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ലീവ്സിലും നമുക്ക് അങ്ങനെ കുഴിച്ചു വെട്ടേണ്ട ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ വെട്ടണം എന്നുണ്ടെങ്കിൽ അതുപോലെ വെട്ടിയെടുക്കാം.
അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടു ആദ്യം. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് ഇപ്പം 4 ആക്കി ഫോൾഡ് ചെയ്തു. ഇനി നമുക്ക് ആ ഫോൾഡ് വശത്തുനിന്നും ഒന്നുകൂടി ഒന്നും ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ 8 ആക്കി ഒന്ന് ഫോൾഡ് ചെയ്യണം. കാരണം നമുക്ക് യോക്ക് പാർട്ടിൽ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും 2 പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 4 പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഫോൾഡ് വശം നമ്മുടെ സൈഡിലേക്ക് അകത്തക വിധത്തിൽ ക്ലോത്ത് ഇട്ടതിന് ശേഷം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ 2.75 ഒരു മാർക്കിംഗ് ചെയ്യുക. 3 ആണ് നമ്മുടെ നെക്ക് വിഡ്ത്ത്. അപ്പോൾ 2.75 മാർക്കിംഗ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3 ആകും. ഇനി നെക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ 5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് ചെയ്യുക. അതൊരു സ്ക്വയർ ബോക്സ് വരച്ചെടുക്കുക. ഇപ്പോൾ 5 ഇഞ്ച് അല്ലെങ്കിൽ 5.5 ഇഞ്ച് ഇതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. കാരണം നമ്മൾ 2 സൈഡും ബാക്കും ഫ്രണ്ടും ഒരുപോലെ ഇറക്കുന്നത് കൊണ്ട് ഇതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ലെങ്ത് കൂടി പോകും. അപ്പോൾ അതുകൊണ്ടാണ് 5 ഇഞ്ച് അല്ലെങ്കിൽ 5.5 ഇഞ്ച് ഇത്ര എടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതൊരു യു ഷേപ്പ് വരച്ച് കൊടുക്കാം. ഇനി എടുക്കേണ്ടത് യോക്ക് വിഡ്ത്താണ്. അപ്പോൾ 2 ഇഞ്ചാണ് വേണ്ടത്. പക്ഷെ നമുക്ക് സീം അലവൻസും കൂടി ചേർത്തിട്ട് 3 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്യുക. അപ്പോൾ ആ 3 ഇഞ്ച് റൗണ്ടായിട്ട് നമുക്ക് ഇത് മാർക്കിംഗ് ചെയ്തെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നെക്ക് ഞാൻ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഞാൻ ബാക്ക് പാർട്ടിൽ യു ഷേപ്പും ഫ്രണ്ട് പാർട്ടിൽ ഒരു ഹാർട്ട് ഷേപ്പുമാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഷോൾഡറും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്ക് 4 പീസാണ് ഇതുപോലത്തെ വേണ്ടത്. 2 പീസ് ഫ്രണ്ടിലേക്കും 2 പീസ് ബാക്കിലേക്കും. ഇനിയിപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ ഞാനൊരു ഹാർട്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു വരച്ചിട്ട് ഹാർട്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം യോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ബാക്ക് പാർട്ടിലേക്ക് 2 പീസും ഫ്രണ്ട് പാർട്ടിലേക്ക് 2 പീസുമാണ് വേണ്ടത്. ആ 2 പീസുകൾ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഈ നെക്കിൻ്റെ ഈ സൈഡ് പോർഷനിൽ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നെക്കിൻ്റെ താഴ്ഭാഗത്തും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ മുകളിൽ ഷോൾഡർ വശം ഓപ്പൺ ആയിട്ടിടുക. ബാക്കി 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് പാർട്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത് 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൽ ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് കട്ടാവാണ്ട് സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ കോർണർ സൈഡും ഒന്ന് കട്ടുകൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഷോൾഡർ പോർഷൻ അവിടെ നിന്നും ഇത് തിരിച്ചെടുക്കുക. തിരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് 2 സൈഡും ഞാൻ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗത്തും താഴ്ഭാഗത്തും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പം നെക്കിൻ്റെ സൈഡിൽ ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സ്കേർട്ട് പാർട്ടുമായിട്ട് യോക്കിനെ നമുക്കൊന്ന് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കണം ആദ്യം. അപ്പോൾ മെയിൻ പാർട്ട് ഫ്രണ്ട് പാർട്ട് നമുക്ക് ആദ്യം ജോയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം ഫ്രണ്ട് പാർട്ട് എടുക്കുക, അതൊന്ന് നിവർത്തിയിടുക. നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ഇതിൽ ഫ്രിൽസ് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് യോക്ക് പാർട്ടിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യണം ആദ്യം. അതിനുശേഷം കറക്റ്റായിട്ട് ഷോൾഡറുമായിട്ട് മാച്ച് ചെയ്ത് ഒന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ കട്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ, 2 സൈഡിലും സെൻറ്ററിലും നമ്മൾ കട്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ജോയിൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. അതൊന്ന് പിൻ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നോക്കുക കറക്റ്റ് ഷോൾഡറിൽ നിന്നും മാച്ച് ആകുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഫ്രിൽസ് ഇട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട്. ആദ്യം ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 കട്ട് മാർക്ക് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ആ കട്ട് മാർക്കിൻ്റെ അവിടെ നിന്നും സെൻറ്റർ പോയിൻറ്റിലേക്ക് വേണം നമ്മുടെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. ബാക്ക് സൈഡും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ യോക്ക് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് കറക്റ്റ് യോക്ക് പാർട്ടിൻ്റെ സെൻറ്റർ പോയിൻറ്റുമായിട്ട് മാച്ച് ചെയ്ത് വെച്ചിട്ട് ഒരു പിൻ ചെയ്ത് കൊടുക്കുക.
പിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ നല്ല വശവുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രിൽസ് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഫ്രിൽസ് ഒന്നുകൂടി ഇട്ട് കൊടുക്കുക. ഇനി അഥവാ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ച് ഒന്ന് അഴിച്ചു കൊടുത്തിട്ട് അത് കറക്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഫ്രിൽസ് ഇടുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് വേണമെങ്കിൽ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഫേസ് ടു ഫേസ് ആവുന്ന രീതിയിൽ വേണമെങ്കിൽ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. അതെങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അത് ഫ്രിൽസ് ഇടാം. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് യോക്ക് പാർട്ടും അതിൻ്റെ മെയിൻ ക്ലോത്തുമായിട്ട് അതൊന്ന് പതിച്ചടിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇത് സ്റ്റിച്ച് വെച്ചിട്ട് വേണം അത് ഇതെടുക്കാനായിട്ട്. വീഡിയോ കാണിക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 7.5 ആണ് ഷോൾഡർ മെഷർമെൻറ്റ് എടുത്തിരുന്നത്. അതിൽ 3 ഇഞ്ച് നെക്ക് വിട്ട് മാറിക്കഴിഞ്ഞിട്ട് 4.5 ഇഞ്ച് വേണം നമുക്ക്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ്സിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബാക്ക് പാർട്ടും ഈ സെയിം മെത്തേഡിൽ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ്സിൻ്റെ താഴ്ഭാഗത്ത് ഞാനൊരു പൈപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പൈപ്പിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് പിന്നെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കിയിടിക്കാം. ഇനിയിപ്പോൾ സ്ലീവിൻ്റെ നല്ല വശത്തേക്ക് മെയിൻ പാർട്ടിൻ്റെ നല്ല വശം ഇതിൻ്റെ സെൻറ്റർ പാർട്ട് ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ മറ്റേ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവും ജോയിൻ ചെയ്തെടുത്തു. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്ലീവിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കുക ആദ്യം. അപ്പോൾ 6 ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ 6.6 മാർക്കിംഗ് ചെയ്തതിന് ശേഷം താഴെ വരെ നമ്മുടെ മെഷർമെൻറ്റ്സ് എടുക്കുക. അപ്പം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല ബോഡി പാർട്ടിന്. അപ്പോൾ നമ്മൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ലൂസ് എത്ര വേണോ അതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മാർക്കിംഗ് ചെയ്യുക താഴെ വരെ. ആ മാർക്കിങ്ങിൽ കൂടി നമുക്കിനി 2 സൈഡും ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം താഴ്ഭാഗവും കൂടി ഒന്ന് മടക്കി അടിക്കുക. ഇപ്പോൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ യോക്ക് പാർട്ടിൽ ഞാനൊരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ഇതുപോലെ തന്നെ ലേസ് വെച്ച് കൊടുത്തു. അതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഈ നൈറ്റിയുടെ സ്ലീവ്സിലും ഞാനിതുപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.